പ്രതിഷേധം നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. SFIയുടെ മാർച്ചാണ് കാണുന്നത്. രജിസ്ട്രാറെ മാറ്റിയതും പുതിയ രജിസ്ട്രാറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇന്ന് ഗവർണർ VC മോഹൻ കുന്നുമൽ ഇന്ന് വിദേശയാത്ര കഴിഞ്ഞ് തിരികെ എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ചിലേക്ക് കടക്കുന്നു വിദ്യാർത്ഥി സംഘടനകൾ. SFIയുടെ മാർച്ച് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചതായിട്ടാണ് ദൃശ്യങ്ങൾ കാണുന്നത്. വലിയ തരത്തിൽ സംഘടനാ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. പ്രതിഷേധം പോലീസും സ്ഥലത്തുണ്ട്. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പ്രതിഷേധം കനത്തിരുന്നു. കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കുന്നു എന്നുള്ള സൂചനകളൊക്കെ ഒരു വശത്തുണ്ട്. ഒരുപക്ഷെ സിൻഡിക്കേറ്റ് തന്നെ പിരിച്ചുവിട്ടേക്കാനുള്ള ഒരു സാധ്യത, സ്ഥിരം DC-ആയി സിസാർ തോമസിനെ നിയമിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ, അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾക്കിടയിൽ കൂടിയാണ് പ്രതിഷേധം കനക്കുന്നത്. SFI പ്രവർത്തകരുടെ പ്രതിഷേധം നാല് സർവകലാശാലകളിലേക്കാണ് SFI ഇന്ന് മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല, കണ്ണൂർ, കാലിക്കറ്റ്, MG സർവകലാശാലകളിലേക്കും ഇതോടൊപ്പം മാർച്ച് സംഘടിപ്പിക്കും. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം ഗവർണർ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുകൂടിയാണ് ഗവർണർ നിയമിച്ച VC-മാർക്കെതിരെയാണ് ഈ മാർച്ച് നടക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ സാങ്കേതിക സർവകലാശാല, ആരോഗ്യ സർവകലാശാല എന്നിവിടങ്ങളിലേക്കും സമരം നടത്തുമെന്നും SFI പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും രാജ്ഭവനിലേക്കും പ്രക്ഷോഭം വ്യാപിപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് SFI നേതാക്കന്മാർ നടത്തിയത് കഴിഞ്ഞ ദിവസം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, കടുത്ത നീക്കത്തിലേക്ക് ഗവർണർ കടക്കുന്നു. VC മോഹൻ കുന്നുമൽ തിരിച്ചെത്തുന്നു. ഇനി ഈ സമരത്തിന്റെ രീതി തന്നെ മാറാനുള്ള ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുകയാണ്. ഏത് രീതിയിലേക്ക് പ്രതിഷേധം കടുപ്പിക്കുകയാണ് SFI? നിയമപരമായി തുടർന്നിരുന്ന ഒരു പോരാട്ടം സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലമാണ് സർവകലാശാല കവാടത്തിൽ ഇപ്പോൾ കാണുന്നത്. അല്പസമയം മുമ്പാണ് സംഘടിച്ചെത്തിയ SFI പ്രവർത്തകർ സർവകലാശാലയുടെ പ്രധാന ഗേറ്റിന് മുകളിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളി മാറ്റിക്കൊണ്ട് അതിന് മുകളിലൂടെ സർവകലാശാല ആസ്ഥാനത്തേക്ക് വൈസ് ചാൻസലറുടെ ഓഫീസിനടുത്തേക്ക് പ്രകടനമായി എത്തിയത്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇപ്പോൾ സർവകലാശാല കവാടത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അകത്ത് കയറിയ പ്രവർത്തകർ അതിനുള്ളിൽ മുദ്രാവാക്യം മുഴക്കുകയാണ്. മറ്റ് പ്രവർത്തകർ പോലീസുമായി മുൻവശത്ത്, അതായത് ഗേറ്റിന് മുൻവശത്ത് പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും അവിടെ
പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് VC-യുടെ ഓഫീസിനടുത്തേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ അകത്ത് ഈ വാതിലുകൾ, അതായത് അടച്ചിട്ട ഓഫീസ് മുറികളുടെ വാതിലുകൾ അടക്കം ചവിട്ടി തുറന്നുകൊണ്ട് അകത്ത് മുദ്രാവാക്യം മുടക്കുന്നുണ്ട്. അതായത് പുറത്ത് അതിന്റെ ശബ്ദം മാത്രമാണ് കേൾക്കാൻ കഴിയുന്നത്. മുദ്രാവാക്യം വിളികളുടെ ഒച്ച, അടഞ്ഞ കതകുകൾ തുറക്കാൻ ശ്രമിക്കുന്ന, ബലമായി തുറക്കാൻ ശ്രമിക്കുന്നതിന്റെ ശബ്ദം, ഇതൊക്കെയാണ് പുറത്തു നിന്ന് കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ SFI പ്രവർത്തകർ ഗേറ്റിന് മുകളിലൂടെ ചാടി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ്. 2 ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പല വഴിയായി എത്തിയ പ്രവർത്തകരാണ് അകത്തേക്ക് കയറി ഈ പ്രതിഷേധം കടുപ്പിക്കുന്ന, വൈസ് ചാൻസലർക്കെതിരായ പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി അതിന് ഏത് തരത്തിലായിരിക്കും പോലീസ് നേരിടുക എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് കേരള സർവകലാശാല ആസ്ഥാനം വേദിയായിക്കൊണ്ടിരിക്കുന്നുവെന്ന് വേണം പറയാൻ. നിയമപരമായി കോടതിയിൽ കാണാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും SFI പ്രവർത്തകരുടെയും പ്രതിഷേധം അത് മറ്റൊരു തരത്തിലേക്ക്, അക്രമോത്സുകമായ തലത്തിലേക്ക് മാറുന്ന കാഴ്ചകളാണ് സർവകലാശാല കവാടത്തിൽ ഇപ്പോഴുള്ളത്. വലിയ തരത്തിൽ പ്രവർത്തകരുടെ ഒരു ബാഹുല്യം ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടികളിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ കാണാൻ കഴിയുമായിരുന്നു. അതിനിടയിൽ നേരെ, അതായത് ഗേറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പതിവ് ശൈലി വിട്ടിട്ട് പ്രകടനം എത്തിയുടൻ തന്നെ ബാരിക്കേഡിന് മുകളിലൂടെ ഗേറ്റ് ചാടി അകത്തേക്ക് കടന്ന പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഓഫീസിനടുത്തേക്ക് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എത്തുന്ന കാഴ്ചയായിരുന്നു. അതായത് അകത്ത് ഇപ്പോഴും പല വശങ്ങളിലായി കയറി നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ് SFI പ്രവർത്തകർ. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല. പക്ഷേ കൂടുതൽ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിന് പിന്നാലെയാണ് നാടകീയമായ രംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറാൻ തുടങ്ങിയത്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിലേക്ക് കടക്കുന്നു. ഇതാ പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ട് സർവകലാശാലയുടെ പ്രധാന കവാടം തള്ളി തുറന്ന് അകത്തേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ നീക്കം പോലീസ് ചെറുക്കുകയാണ്. ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അത് ചെറുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവരെ തള്ളി മാറ്റിക്കൊണ്ടാണ് പോലീസിന്റെ ലാത്തിയും ബാരിക്കേഡും എറിഞ്ഞുകൊണ്ട്, അതായത് വളരെ പ്രകോപനപരമായ തരത്തിൽ ഈ പ്രതിഷേധം ഇപ്പോൾ സർവകലാശാല കവാടത്തിൽ പുരോഗമിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യമാണ്. കടുത്ത നീക്കങ്ങളിലേക്ക് VC-യും ഗവർണറും കടക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കനപ്പിക്കുകയാണ് SFI. ഡാൻ, ഒരിക്കൽ കൂടി നിയമപരമായിട്ട് കൂടി ഗവർണറുടെ കൂടുതൽ മുൻതൂക്കം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ള സൂചനകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത? നേരത്തെ പറഞ്ഞ പോലെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്നതടക്കം ഇതൊക്കെ ഒരുപക്ഷെ ഉടനടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും വിലയിരുത്തണോ? അങ്ങനെ ഒരു കടുത്ത നീക്കങ്ങളിലേക്ക് ഗവർണർ പെട്ടെന്ന് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അപർണ, കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അകത്തേക്ക് എത്തുകയാണ്. അതായത് പോലീസിന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയ പശ്ചാത്തലത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവിടെ ചെടിച്ചട്ടികളടക്കം പ്രവർത്തകർ തകർക്കുകയും അത് കൂടുതൽ പ്രകോപനത്തിലേക്ക് നീങ്ങുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി പോലീസ് ഒരു ആക്ഷനിലേക്ക് കടക്കുന്നത്. അതായത് ബലം പ്രയോഗിച്ച് തന്നെ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് നീക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണ്. സംയമനം വെടിഞ്ഞ കൃത്യമായ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. പ്രവർത്തകർ ഇവിടെ നിന്ന് ആദ്യം പറഞ്ഞ് നീക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വൈസ് ചാൻസലറുടെ ഓഫീസിനടുത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ